സെക്കൻഡ് ഹാഫ് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം ക്രിഞ്ച് സാധനങ്ങൾ കയറി വന്നു. നല്ലതാണ്. തിരയുടെ സെറ്റപ്പ് തന്നെയാണ് അത്. സെയിം മേക്കിംഗ് ടൈപ്പ് ഇങ്ങനെ എപ്പോഴും വന്നേക്കുന്നത്. പടം കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ആ തിരയുടെ ആ ഒരു ഇത് വന്നില്ല. കാരണം സ്റ്റോറിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു. പക്ഷേ തിരയിൽ നമുക്ക് ആ ഒരു അമ്യൂസ്മെൻറ്റും ഉണ്ടായത്. അതുപോലെ ഡയറക്ഷൻ വൈസ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ലതായിരുന്നു. പക്ഷേ ആ ഒരു തിരയുടെ ആ ഒരു ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നാണല്ലോ പറഞ്ഞത്, ആ ഒരു തിരയുടെ ഒരു ഫാക്ടർ ശരിക്കും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും വൺ ടൈം വാച്ചബിൾ ആണ് സിനിമ, കുഴപ്പമൊന്നുമില്ല. വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു തിരയുടെ സൈസ് മേക്കിംഗ് തന്നെ, പക്ഷേ ഒരു സെയിം റിപ്പീറ്റേഷൻ പോലെ ശരിക്കും നമുക്ക് തോന്നിയത്. പക്ഷെ കുഴപ്പമില്ല സിനിമ. ചെന്നൈ പാസൊക്കെ ഇല്ലാതെ ഒരു നല്ല അല്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി പറയുന്ന ഒരു ആക്ഷൻ ടൈപ്പിലാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർത്ത പോലെ നമുക്ക് തോന്നിയത്. ഇമോഷണലി ആ ഒരു കണക്ഷൻ കിട്ടും. കാരണം നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ട ഒരു നോർമൽ ഒരു സ്റ്റോറി പോലെയാണ് തോന്നിയത്. പക്ഷെ സിനിമ കുഴപ്പമൊന്നുമില്ല, വൺ ടൈം വാച്ചബിൾ എന്താണെങ്കിലും. നായകൻ എങ്ങനെയുണ്ട്? നായകൻ പുള്ളി അടിപൊളിയാണ്. പുള്ളി ഫിലിപ്സിൻ്റെ ഒക്കെ ഡയറക്ടറാണ് നോബിള്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു നായകൻ്റെ ഒരു പഞ്ച് ശരിക്കും കിട്ടിയില്ല. ആക്ടിങ് വൈസ് ഇതൊക്കെ ആണെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇമോഷണലി ശരിക്കും നമുക്ക് ഒരു പടമായിട്ട് ഒരു കണക്ഷൻ ശരിക്കും വന്നില്ല. ആക്ഷൻ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം ക്രിഞ്ച് സാധനങ്ങൾ കയറി വന്നു. ഈ പാസം പരിപാടി അത് തന്നെ സെന്റിമെന്റ്സ് ഇമോഷൻസ് വിട്ടിട്ടില്ല പുള്ളി. അത് വർക്കായിട്ടുണ്ട്. പക്ഷെ ക്രിഞ്ചാവും, ഭാവിയിൽ ക്രിഞ്ച് എന്ന് പറഞ്ഞ് കളിയാക്കും മിക്കവാറും. നല്ലതാണ്. വിനീത് ശ്രീനിവാസന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇല്ല, തിര പോലത്തെ തന്നെയാണ്. എന്നാലും കൊള്ള കണ്ടിരിക്കാനൊക്കെ രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് പിന്നെ ഒരു ടെംപ്ലേറ്റ് പോലെ തോന്നിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായി. ഈ ഇംഗ്ലീഷ് സിനിമയുടെ ഒക്കെ ഒരു മേക്കിംഗ് ലെവൽ ഉണ്ടോ? നല്ലതാണ്. തിരയുടെ സെറ്റപ്പ് തന്നെയാണ് അത്. സെയിം മേക്കിംഗ് ടൈപ്പ് ഇങ്ങനെ എപ്പോഴും വന്നേക്കുന്നത്. സൂപ്പർ പടം, അടിപൊളി പടം. ചെറിയ സ്റ്റോറിയാണ്, പക്ഷെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വിനീത് ശ്രീനിവാസന്റെ ചെറിയൊരു ഹിറ്റ് ആയിരിക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ ആക്ഷനാണോ? ആക്ഷനും ഉണ്ട്, കോമഡി ഉണ്ട്, ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വിനീത് ശ്രീനിവാസന്റെ ഒരു തിരിച്ചുവരവ്. ഓക്കെ, നല്ലൊരു പടമായിരുന്നു. വിനീത് ശ്രീനിവാസൻ ടോട്ടലി എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിയുടെ തന്നെ ഒരു വെറൈറ്റി കണ്ടന്റ് എന്ന് പറയാം. ഇങ്ങനത്തെ ഒരു കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. നല്ല രീതിയിൽ കണ്ടിരിക്കാം.